പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റുന്ന കുറേ ടിപ്സ് പറഞ്ഞു തരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ഞാൻ മോളെയാണ് കെയർ ചെയ്തത്, രണ്ടാമത്തത് മോളെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടുപേരുടെയും സിംറ്റംസ് എന്താണെന്ന് നല്ലോണം അറിയാം. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. മോനെ കെയറിങ് ആയിരുന്നപ്പോൾ എന്തൊക്കെ സിംറ്റംസാണ് ഉണ്ടായിരുന്നതെന്നും മോളെ കെയറിങ് ആയിരുന്നപ്പോൾ എന്തൊക്കെ സിംറ്റംസാണ് ഉണ്ടായിരുന്നതെന്നും ഞാൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് 100% ഒന്നും സത്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ മിക്കവരുടെയും എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെതും ഞാൻ രണ്ടുപേരതും നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കുറേ വ്യത്യാസങ്ങളൊക്കെ അറിയാൻ പറ്റി. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ആൺകുഞ്ഞിനെയാണ് നമ്മൾ കെയറി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫേസൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും. ഈ മറ്റേ മുഖക്കുരു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാതെ നമ്മൾ നല്ല ക്യൂട്ടായിട്ട് തോന്നും. പക്ഷേ പെൺകുഞ്ഞിനെയാണ് നമ്മൾ കെയറി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുഖമൊക്കെ ഫേസൊക്കെ ഓയിലി ആയിരിക്കും. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗമൊക്കെ നല്ല ഡാർക്കായിരിക്കും. അങ്ങനെയൊക്കെയുള്ള നമ്മൾ സൗന്ദര്യം കുറഞ്ഞു പോകും. അങ്ങനെയാണ് എനിക്ക് മോളെ കെയറിങ് ആയിരുന്നപ്പോൾ നെക്കൊക്കെ നല്ല കറുപ്പായിരുന്നു. അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല ഓയിലി ടൈപ്പായിരുന്നു. പക്ഷേ മോനെ കെയറിങ് ആയിരുന്നപ്പോൾ നല്ല ഗ്ലോ ആയിരുന്നു, സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ആദ്യത്തെ വ്യത്യാസം. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ, നമ്മൾ ആൺകുഞ്ഞിനെയാണ് കെയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂടും, നല്ല മുടിയൊക്കെ നല്ല കട്ടിക്ക് വളരും. പക്ഷേ ഗേൾ ബേബിയാണ് കെയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ അത്ര ഹെയർ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ബോയ് ബേബി ആണെങ്കിൽ നല്ല ഡ്രൈ ആയിരിക്കും, ഫ്രീസി ഹെയർ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. പക്ഷേ ഗേൾ ബേബി ആണെങ്കിൽ കുറച്ച് ഓയിലി ആയിട്ട്, അങ്ങനെ മറ്റേത് ബോയ് ആണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. മറ്റേത് ഇങ്ങനെ ഓയിലി പോലെ ആയിരിക്കും ഗേൾ ബേബിയെ കെയർ ചെയ്യുന്നതെങ്കിൽ. പിന്നെ സ്റ്റൊമക്കിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ ബോയ് ബേബിയെ കെയർ ചെയ്യുന്ന അമ്മമാരുടെ വയറ് താഴോട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ ഗേൾ ബേബി ആണെങ്കിൽ ഇങ്ങനെ മുകളിൽ നിന്ന് നല്ല ഉരുണ്ട് താഴോട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. അതായത് ഗേൾ ആണെങ്കിൽ അപ്പർ ഭാഗത്തും ബോയ് ആണെങ്കിൽ ലോവർ ഭാഗത്തും ആയിരിക്കും നമ്മൾ കെയർ ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കും നമ്മുടെ പൊസിഷൻ നമുക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കിടക്കുന്നതിൻ്റെ ഒരു പൊസിഷനാണ്. അതെനിക്ക് സത്യമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ പോയിൻറ്റും എടുക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യം എനിക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് ഗേൾ ബേബിയെ കെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡായിരിക്കും കിടക്കാൻ തോന്നുന്നത്. ലെഫ്റ്റ് സൈഡ് നമുക്ക് കിടക്കാനേ തോന്നില്ല, ഒട്ടും കിടക്കാൻ തോന്നില്ല. പക്ഷേ ബോയ് ബേബിയെ കെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡ് കിടക്കാനായിരിക്കും കൂടുതൽ തോന്നുന്നത്, റൈറ്റ് സൈഡ് നമുക്ക് കിടക്കാൻ തോന്നില്ല. അതൊരു പ്രധാന പോയിൻ്റാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. ലെഫ്റ്റ് സൈഡ് എത്ര കിടക്കാൻ പറഞ്ഞാലും നമുക്ക് തോന്നില്ല. അതായത് ഡോക്ടേഴ്സൊക്കെ പറയും നമ്മൾ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒട്ടും പറ്റില്ല. നമ്മൾ എത്ര കിടന്നാലും നമുക്ക് റൈറ്റ് സൈഡ് കിടന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് സത്യമാണ്. എനിക്ക് മോൾക്ക് ഞാൻ റൈറ്റ് സൈഡാണ് കൂടുതൽ കിടന്നത്, മോനാണെങ്കിൽ ലെഫ്റ്റ് സൈഡാണ് ഞാൻ കൂടുതൽ കിടന്നിരുന്നത്. അതുപോലെ തന്നെ ഈ വയറിൽ നമുക്കൊരു വര വരില്ലേ, ആ വര നമ്മുടെ ബെല്ലി ബട്ടൻ്റെ താഴെ നിന്ന് ബെല്ലി ബട്ടൺ വരെയാണ് ആ വര നിൽക്കുന്നതെങ്കിൽ അത് ഗേൾ ബേബിയും. പിന്നെ ആ വര നമുക്ക് ഫുള്ള് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗം മുതൽ താഴെ ഫുള്ളായിട്ട് ആ ലൈൻ ഉണ്ടെങ്കിൽ അത് ബോയ് ബേബിയാണെന്ന് പറയും. കാരണം എനിക്ക് എൻ്റെ മോൾക്ക് താഴെ നിന്ന് ബെല്ലി ബട്ടൺ വരെ ആ വര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ചേച്ചിക്കും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ചേച്ചിയുടെ കേസിൽ രണ്ടും ആൺകുഞ്ഞാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ ഈ വര ബ്രസ്റ്റിൻ്റെ ഭാഗം മുതൽ താഴോട്ട് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് വര കവർ ചെയ്ത് വരികയാണെങ്കിൽ അത് ബോയ് ബേബിയും, ബെല്ലി ബട്ടൺ വരെ പകുതിയിൽ നിൽക്കുകയാണെങ്കിൽ അത് ഗേൾ ബേബിയാണ്. എൻ്റെ കേസിൽ അത് ശരിയായിരുന്നു. എനിക്ക് മോളെ കെയറിങ് ചെയ്തപ്പോഴും എനിക്ക് അതുവരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ മോനാണെങ്കിൽ എനിക്ക് ഫുൾ ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് പറയാനുള്ള ഒരു ടിപ്സാണ്. പിന്നെ യൂറിൻ്റെ കളർ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ബോയ് ബേബി ആണെങ്കിൽ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറായിരിക്കും യൂറിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. പക്ഷേ ഗേൾ ബേബിയാണ് കെയറി ചെയ്യുന്നതെങ്കിൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു യൂറിൻ്റെ കളറായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗേൾ ബേബിയാണ് കെയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും. അതായത് നമുക്ക് മധുരമുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. പക്ഷേ ബോയ് ബേബിയാണ് കെയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്പൈസി ആയിട്ടുള്ള, അതായത് എരിവുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അതുപോലെ തന്നെ ബേബിയുടെ മൂവ്മെൻറ്റ് പറയുകയാണെങ്കിൽ എൻ്റെ കേസിൽ എനിക്ക് ഗേൾ ബേബി ഞാൻ എൻ്റെ മോളെ കെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് മൂവ്മെൻ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുറവായിരുന്നു. പക്ഷേ മോൻ്റെ കേസിലായപ്പോഴത്തേക്ക് എനിക്ക് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബോയ് ബേബി ആണെന്നാണ് എൻ്റെ ഒരു ഇത്. അതെനിക്ക് കൺഫേം ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ മോർണിംഗ് സിക്നസ് എനിക്ക് രണ്ടുപേര് കെയർ ചെയ്ത സമയത്തും എനിക്ക് മോർണിംഗ് സിക്നസ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് 3 മാസം വരെ നല്ല ഛർദിലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ ഉള്ള ആ ഒരു വൊമിറ്റിങ് അതെനിക്ക് 2 ആളെ കെയർ ചെയ്ത സമയത്തും അതെനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മോനെ കെയർ ചെയ്ത സമയത്ത് കുഞ്ഞിൻ്റെ ഒരു പൊസിഷൻ ആൻറ്റീരിയറിലും, പിന്നെ ഗേൾ ബേബി അതായത് എൻ്റെ മോളെ കെയർ ചെയ്ത സമയത്ത്
സമയത്ത് എനിക്ക് പോസ്റ്റീരിയറും ആയിരുന്നു. അപ്പോൾ അതും എനിക്ക് കൺഫേം അല്ല, അതൊക്കെ വെറുതെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതും എനിക്ക് കൺഫേം അല്ല. കാരണം മിക്കവർക്കും പോസ്റ്റീരിയർ ആകുന്നവർക്ക് ബോയ് ബേബി കിട്ടുന്നുണ്ട്, ആൻറ്റീരിയർ ആകുന്നവർക്ക് ഗേൾ ബേബി കിട്ടുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കേസിൽ ഇങ്ങനെയായിരുന്നു, മോൾക്ക് പോസ്റ്റീരിയറും മോനെ കെരി ചെയ്യുന്ന സമയത്ത് ആൻറ്റീരിയറും ആയിരുന്നു. പിന്നെ എടുത്ത് പറയാനുള്ളത് ചൈനീസ് കലണ്ടറാണ്. ഞാൻ ചൈനീസ് കലണ്ടർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനെ കെരി ചെയ്ത സമയത്ത് ഞാൻ ചൈനീസ് കലണ്ടർ നോക്കിയപ്പോൾ കറക്റ്റ് ബോയ് ആണ് എനിക്ക് കാണിച്ചത്. അതുപോലെ തന്നെ എനിക്ക് ബോയ് ആയിരുന്നു. അതുപോലെ തന്നെ മോളെ കെരി ചെയ്ത സമയത്ത് ചൈനീസ് കലണ്ടർ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഗേൾ ബേബിയാണ് കാണിച്ചത്. അതുപോലെ എനിക്ക് ഗേൾ ബേബിയായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ എടുത്ത് പറയാനുള്ളത് സ്ട്രെസ്സാണ്. ഗേൾ ബേബി, അതായത് എൻ്റെ മോളെ കെരി ചെയ്തിരുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സും ഡിപ്രഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോനെ കെരി ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ മോളെ അപേക്ഷിച്ച് എനിക്ക് കുറവായിരുന്നു. പക്ഷേ മോളെ കെരി ചെയ്ത സമയത്ത് എനിക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ലെവൽ കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോർട്ടിസോൾ ഹോർമോണും പ്രഗ്നൻസിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നും, അതായത് ഈ സ്ത്രീകളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കൂടുമ്പോൾ അത് നമ്മൾ കെരി ചെയ്യുന്ന ബേബി ഗേൾ എന്നാണ് പറയുന്നത്. പിന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റിൻ്റെ ലെവല് 140ക്ക് താഴെയാണെങ്കിൽ അത് ബേബി ബോയ് എന്നും, അതിൽ കൂടുതലാണെങ്കിൽ 140ക്ക് മുകളിലാണെങ്കിൽ ബേബി ഗേൾ എന്നുമാണ് പറയുന്നത്. പക്ഷേ അതെനിക്ക് കറക്റ്റ് ആയിരുന്നു. എനിക്ക് മോൾക്ക് 140ക്ക് മേലെ ഉണ്ടായിരുന്നു, മോനായപ്പോഴത്തേക്കും 140ക്ക് താഴെയായിരുന്നു. അപ്പോൾ അത് എടുത്ത് പറയാനുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെയൊന്നും പറയുന്നില്ല. ചിലർക്കൊക്കെ അങ്ങനെയാണ്, ചിലർക്കൊക്കെ അല്ലാതെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എനിക്ക് ജെൻഡർ പ്രഡിക്ഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഏത് ബേബി ആണെങ്കിലും നമുക്ക് അതൊന്നും വിഷയമല്ല, കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി. പക്ഷേ മോനെയും മോളെയും കെരി ചെയ്തപ്പോൾ എനിക്ക് കുറേ വ്യത്യാസങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് കുഞ്ഞായാലും ആരോഗ്യത്തോടെ കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ ഭാഗ്യം. അപ്പോൾ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ അമ്മമാർക്കും നല്ല കുഞ്ചോമനങ്ങളായ കുഞ്ഞുങ്ങളെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.